ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല, കൊയിനിപ്പാറ കയറി ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ വലിയ ടാസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നന്നായിട്ട് ഓടിച്ച് കയറുവാണെങ്കിൽ അത് അത്ര വലിയ ടാസ്കും അല്ല എന്ന് ഇവിടെയുള്ള സാധാ ജീപ്പ് ഡ്രൈവർ ഏട്ടന്മാരെന്ന് അത് ശരിക്കും അറിയിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. വളരെ കൂളായിട്ട് അവർ സ്റ്റോക്ക് ഓടിയിട്ട് കയറി ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഒന്ന് ചെളിയാവും, പിന്നെ കറങ്ങും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും അത്യാവശ്യം നല്ല രസമുള്ളൊരു ഓഫ് റോഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചെറുക്കന്മാരെല്ലാം പയ്യെ മല ഇറങ്ങി താഴത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഉദ്ദേശിച്ചേക്കണേ. നല്ല കിഡിലൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല കോടയും മഞ്ഞും തണുപ്പും മഴയും എല്ലാം ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് മേളിൽ മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല. ഇനി താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും അതൊക്കെ താഴത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇനിയുള്ള ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തി പോകണം. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ല രസമുള്ള സ്ഥലം കേട്ടോ. വണ്ടിയൊക്കെ വളരെ സിമ്പിളായിട്ട് കയറി ഇറങ്ങിയെങ്കിലും ഇറങ്ങി വന്നത് കാണുന്ന ഒരു പ്രത്യേക വൈബാട്ട്. കണ്ട ടയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ ഒരു പ്രത്യേക ഫീലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ പല വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പലർക്കും അത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ പോകുന്നത് കൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ കാണാനും പറ്റില്ല. അപ്പോൾ ഓരോ വണ്ടിയുടെ ടയർ ഇങ്ങനെ ഇറങ്ങി കയറണത്, അതിൻ്റെ ബോഡി ഇങ്ങനെ നിൽക്കുമ്പം എന്താ അതിൻ്റെ ഫെൻഡറിൽ ഇപ്പം തട്ടിയാണ് കേട്ടോ. യാസീനിൻ്റെ ഫെൻഡറിലൊക്കെ തട്ടുന്നുണ്ട്. തട്ടി അതിൻ്റെ ഫെൻഡറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ റാ പോലെ ഇരിക്കണം കേട്ടോ. പിന്നെ ഇവനക്ക് പിന്നെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഏത് വഴിയാണോ എന്ന്. ഇപ്പം ഹൈവേ കൂടെ പോകണമല്ലേ. പുള്ളിയുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ, എവിടെ ഓഫ് റോഡ് ഈ ഹൈവേ കൂടെ മാത്രമേ പോകാനുള്ളതെന്നൊരു തോന്നലാന്ന് തോന്നുന്നു എന്നുള്ള ചിന്തയായിരിക്കട്ടെ ഇവനക്ക്. ഇതൊന്നും ഒരു വിഷയമല്ല. സുജിൻ ബ്രോ ആണെങ്കിലും റോഡ് കാണാണ്ട വണ്ടി ഓടിക്കണത് തന്നെ. അങ്ങനെ നമ്മുടെ ജിതിൻ ബ്രോയും വന്നു. ഇതിൻ്റെ ടയറിന് ചെറിയ സീൻ കിട്ടിയേക്കണോണ്ട് ഒരു മടി, എപ്പോഴാണ് എവിടെ വെച്ചാൽ പണി കിട്ടുക എന്നുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കയറിയിട്ട് ഇറങ്ങി കൊയിനിപ്പാറയുടെ സൈഡിലൊക്കെ ആന ഇറങ്ങണേ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് എബിൽ അവനാണ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ ഇറങ്ങി കാണിച്ചു തന്നിരുന്നത്. അപ്പോഴാണ് അറിയണത് നമ്മൾ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചത്. എന്തായാലും മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ആനനെ കാണേണ്ട വന്നില്ല കേട്ടോ. താഴേക്ക് ചെല്ലുമ്പോൾ അടുത്തത് ഇനി എന്നാ കിട്ടണേ, ഇനി അടുത്തത് എന്നതാ എവിടെയാണ് ഉള്ളത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് ഓരോ ഓഫ് റോഡ് കയറിയിട്ട് ഇറങ്ങുമ്പോഴും അങ്ങനെ കേട്ടോ. ഇവിടെ കയറി ഇറങ്ങി ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടു, ഇനിയിപ്പോൾ ഇതിനേക്കാളും നല്ലത് എവിടെ കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ സ്ഥലം ഇല്ലാണ്ടായിട്ടോ. ഇനിയിപ്പോൾ എവിടെ പോകും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം മൊത്തം നടക്കണത്. അപ്പോൾ അവിടെ ചെറുക്കന്മാരൊക്കെ ഈ ഇറങ്ങി വന്ന സ്ഥലമൊക്കെ അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി കയറുന്നൊരു സ്ഥലം കേട്ടോ. അതിവിടെ വന്നു പോയവർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോഴത്തേനും അത് അത്ര സെറ്റപ്പായിട്ട് കിട്ടുന്നില്ലെന്ന് മാത്രം. പക്ഷെ നല്ലൊരു രസമുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. അവിടെ ചെറുക്കനൊക്കെ ഇറങ്ങി കയറി വന്ന കാണാൻ നല്ല രസമല്ലേ കാണാൻ. നമുക്ക് കൊള്ളാം. നമ്മൾ പ്രൊഫൻഡറായിട്ടോ ഷോക്ക് അബ്സർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡോക്ടർ നാനോ മാറ്റിയായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത നമ്മുടെ യാസീനിപ്പിയുടെ വണ്ടി, അവനും അടിപൊളിയായിട്ടോ. ഇതിൻ്റെ അകത്ത് വേറെ ഓഫ് റോഡ് സ്പെക്കായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഷാക്കിൽപ്പടിയും മാറ്റിയിട്ടുണ്ട്, വൈൽഡ് ടയർ, ഈ MT ടയർ, വൈഡ് റിമ്മ്, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവൻ
ഇതിൻ്റെ അകത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എപ്പോഴും നമ്മൾ പറയണതും കാണുന്നതും കേൾക്കണതൊക്കെ തന്നെ ഉള്ളൂ. അതും വളരെ കൂളായിട്ട് തന്നെയായിട്ട് ഇറങ്ങി വരുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒപ്പം എത്തിപ്പിടിച്ച് നമ്മുടെ ഫോർച്യൂണർ അവനും തകർത്തു വനുണ്ട്. ജിതിൻ ബ്രോ കേട്ടോ. ഇത് താറാട്ടോ, താറ് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുത്തേക്കണേ. താറ് തന്നെയല്ലേ, അതോ 540 ആണോ? താറ് തന്നെയാട്ടോ. എന്തായാലും നല്ല അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളും, വണ്ടി ഓവറാക്കിയിട്ടില്ല, പക്ക സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. പെയിൻറ്റിങ് ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു, നല്ല സൂപ്പർ പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ വണ്ടിയുടെ. കണ്ടില്ലേ, ചുമ്മാ കണ്ണാടി പോലെ ഇങ്ങനെ കൂടി പെയിൻറ്റിങ്. നമ്മുടെ സബ്സ്ക്രൈബറുടെ വണ്ടി തന്നെയായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും അങ്ങനെ താഴത്തേക്ക് പോകാൻ. വലിയ കുഴപ്പമില്ല, അങ്ങോട്ട് മാറ്റിവിടും. വേറെ 4 വണ്ടികളുണ്ട്. അവിടെ നല്ലുണ്ട്. ഇവിടെ ഒരു സെറ്റ് വണ്ടികൾ താഴത്തുനിന്ന് മേളിലേക്ക് കയറി വരുന്നു. നമ്മൾ ഒരു ലോഡ് വണ്ടികൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഗ്യാപ്പ് എത്തിപ്പോൾ നിർത്തിയേക്കോട്ടോ. ഇനി താഴെ നിന്നുള്ള വണ്ടികൾ മേളിലേക്ക് കയറിയതിന് ശേഷമാണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് അവിടെ ആണെങ്കിൽ കയറിനടുത്ത് ഓരോ ടാസ്കുകളുണ്ട്, ഓരോ വണ്ടികളെ പെട്ടുവിട്ട് കഷ്ടപ്പെട്ടായിട്ട് അവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ഓഫ് റോഡ് സഫാരി കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മാമലക്കടത്ത് വന്നാൽ ഒന്നും പേടിക്കണ്ട. കാരണം നല്ല ടാസ്ക് എടുത്തും കഷ്ടപ്പെട്ടാൽ കയറണം. അത് ഈ മഴയുള്ളപ്പോൾ തന്നെ വന്നം കേട്ടോ. അത് കൊയിനിപ്പാറയ്ക്ക് കയറണം. കൊയിനിപ്പാറയ്ക്ക് കയറണമെങ്കിൽ ഒരു ജീപ്പിന് 7 പേർക്ക് 2000 രൂപ എന്നാട്ടോ പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം നല്ല ടൈം എടുത്തുള്ള പരിപാടിയാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വേണം കയറാനും. എന്തായാലും മാക്സിമം നിങ്ങൾ നോക്കുക, വരുന്നവർ, വരാൻ താല്പര്യമുള്ളവർ വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കൂ. സ്വന്തം വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് വണ്ടികൾ വന്ന് കയറിയിട്ട് ആകെ സീനാണെന്ന് പറഞ്ഞ കേട്ടു. ഇനിയിപ്പോൾ വഴി അടയ്ക്കും, പ്രൈവറ്റ് വണ്ടി കയറ്റൂല എന്നൊക്കെ പറഞ്ഞൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ട്രിപ്പ് ജീപ്പുകളെല്ലാം തന്നെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ പുറകെ ഇനിയിപ്പോൾ നമ്മുടെ ഊഴമാണ്, നമ്മൾ പതുക്കെ ഇറങ്ങും കേട്ടോ. ആ ടാസ്ക്കുള്ള സ്ഥലമാണ് ഇത്. പക്ഷേ നമ്മളിപ്പോൾ കാണുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു വലിയ ടാസ്ക്കായിട്ട് തോന്നണില്ല കേട്ടോ. പക്ഷേ ഇത് മഴയും ചെളിയും കൂടെ വരുമ്പോഴാട്ടോ ഒരു ടാസ്ക് വരത്തുള്ളൂ. എന്തായാലും വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാട്ടോ, ഇത് നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ വന്നിരുന്ന താറ ഫസ്റ്റ് ഇറങ്ങിപ്പോയത്. ഇപ്പം അതിൻ്റെ പുറകിൽ ബാക്കിയുള്ള വണ്ടിയുടെ ഇറങ്ങും കേട്ടോ. അല്ലാണ്ട് ഇതിൽ റിയൽ ഏട്ടാ അങ്ങനെ അടിക്കാറല്ല ഏട്ടാ, ഓഫ് ചെയ്യാറേട്ടാ, ചാടാൻ പറ്റുള്ള ഏട്ടാ, ഒന്നും കാണത്തില്ല.
അപ്പോൾ ഇവിടെ ഓഫ് റോഡ് സഫാരിക്ക് വന്ന വണ്ടികളാട്ടെ ഇത് രണ്ടും ഇപ്പം ഇറങ്ങി പോണത്. അപ്പോൾ അവരുടെ വണ്ടികൾക്ക് എപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും മുൻഗണന കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അവരുടെ നാടാണ്, അവരുടെ അന്നമാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ യാത്രകളെന്നുള്ളത് കൊണ്ട് നമ്മൾ മാറി നിന്ന് കൊടുത്തു. ഇനിയിപ്പം നമ്മൾ പതുക്കെ ഇറങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇറങ്ങി വരുന്നുണ്ട്. ഇല്ല, ഇത് മറ്റേ ബ്ലോക്സ് ആടാ. ടൗണ് റെഡ് സാധനം പറ്റും, പൊളി സാധനം. അവിടെ കയറി ഇവിടെ കാപ്പിച്ചോട്ടിന് വിഷയമാണോ? ഇവർക്ക് തടസ്സമുണ്ടോ? ഇഷ്യൂസില്ല, പോർച്ചുഗല സൈഡ് വരില്ല. ആ ടയർ അങ്ങനെ ഉണ്ട്. അതേതാ ഈ തൊട്ട് വീഡിയോ എടുക്കാം. വണ്ടി അറിയില്ല, കണ്ടു പോവില്ലേ ഈ കല്ലേക്കടെ. ഇതും അങ്ങനെ അങ്ങനെ പോട്ടെ പോട്ടെ, അപ്പുറം നോക്കിയാൽ ഓട്ടോമാറ്റിക്കൊണ്ട് സസ്പെൻഷൻ ഇരിക്കണ്ടോ? അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ആ വന്ന വഴിക്ക് നിന്ന് ചെക്കന്മാർ പൊളിയന്മാരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോരുത്തരും ഇങ്ങനെ കേൾക്കണത്. നല്ല രസമുണ്ട് സംസാരിക്കണ കേൾക്കണന്മാർ. അവർ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നു, വീഡിയോ എടുക്കുന്നു. നല്ല രസം തോന്നിട്ടോ. നമ്മുടെ വണ്ടിയുടെ ചെളി നോക്കിയ ടയർ കാണാനില്ല, ഫുള്ള് ചെളി മയം. ഇനി അടുത്ത സ്ഥലത്ത് ചെന്ന് കുത്തി മറിയാനുള്ളതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങണം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചേക്കണ ഫുഡുണ്ട്, അതൊക്കെ പോയിരുന്ന് വാരി വലിച്ച് തിന്നണം, എന്നിട്ട് ചെന്ന് കയറണം. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ യാത്രകളിൽ കറക്റ്റ് ടൈമിങ്ങിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നത് കേട്ടോ.
സാധാരണ ചെന്ന് കയറി കഴിഞ്ഞാൽ വല്ല ബ്രെഡും ജാമ്പും ഉണ്ടെങ്കിൽ അത് കഴിക്കും, വല്ല പഴം ഉണ്ടെങ്കിൽ അത് തിന്നും, വെള്ളവും കുടിച്ചിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കലാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ഥലത്ത് കയറി ഇറങ്ങണത് കറക്റ്റ് ഫുഡ് കഴിക്കുന്ന ടൈമിൽ തന്നെ ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും യാദർശികമായിട്ട് സംഭവിക്കണതാണ്, അല്ലാണ്ട് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ അതെ നമ്മൾ താഴത്തേക്ക് പോകട്ടോ. ഇനിയിപ്പോൾ നേരെ താഴെ ചെല്ലുക, റോഡിലേക്ക് ചെന്നെത്തുക, ഫുഡ് കഴിക്കുക. പിന്നെ അടുത്തത് കയറാൻ പോകുന്നത് മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ. മുനിപ്പാറ, എൻ്റെ മുനിമാറയ്ക്ക് ഇരുന്നൊരു പാറയുണ്ട്, അവിടെ നമ്മൾ ചെളിക്കൂടെ കുത്തി മറിയാറുണ്ടായിരുന്നു സ്ഥിരം പോകുമ്പോൾ. ആ സ്ഥലത്ത് ഇത്തവണയും പോകണം. അങ്ങനെ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു റിവർ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റിവർ ക്രോസ് എല്ലാം കടന്ന് വേണം മേളിലേക്ക് എത്താൻ. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. പിന്നെ ഫോണിൽ ചാർജ് ഇച്ചിരി കുറവാട്ടോ, അതുകൊണ്ട് ഫോൺ കുത്തിയിടണം. അങ്ങനെ സംതിങ് പരിപാടി അയച്ച് നേരെ റോഡിലേക്ക് പോകട്ടോ. നമ്മളങ്ങനെ താഴത്തേക്ക് എത്തി, ഏതാണ്ട് റോട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇനി വേറൊന്നുമില്ല, ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി അംഗം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പാട്ടുകളൊക്കെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.